ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. അങ്ങനെ 7ന്റെ പണികളോടെ തുടങ്ങിയ ബിഗ് ബോസിന്റെ 7ാമത്തെ സീസണ് ഇന്ന് അവസാനമായിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ 7ാം സീസൺ വിന്നറായി മാറിയിരിക്കുന്നത് മറ്റാരും തന്നെയല്ല, നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അനുമോളാണ്. ലാലേട്ടന്റെ കയ്യിൽ നിന്നും സീസൺ 7ന്റെ ട്രോഫി അനുമോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഒപ്പം 42 ലക്ഷത്തിൽ പരം രൂപയുടെ ക്യാഷ് പ്രൈസും കൂടാതെ മാരുതിയുടെ കാറിന്റെ താക്കോലെല്ലാം തന്നെ അനുമോൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് ഒരു ഫീമെയിൽ വിന്നറാകുന്നത്. നേരത്തെ സീസൺ 4ലും ദിൽഷ പ്രസന്നൻ വിന്നറായിരുന്നു. ഇപ്പോഴത്തെ അനുമോൾ 2ാമത്തെ ഫീമെയിൽ വിന്നറായി മാറിയിരിക്കുന്നു. അർഹതയ്ക്കുള്ള പുരസ്കാരം എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം PR-ൻ്റേത് ഉൾപ്പെടെ പലവിധ കാരണങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള ഡിഗ്രേഡിംഗ് എല്ലാം തന്നെ അനുമോൾക്കെതിരായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അറിവിൽ 1-2 സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന 2 പേർക്കും നല്ല രീതിയിൽ PR വർക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മത്സരിച്ച് തന്നെയാണ് 2 പേരും ജയിച്ചിരിക്കുന്നത്. അതിലുപരി ബിഗ് ബോസ് എന്നത് സർവൈവൽ ഷോ ആണെന്ന് ലാലേട്ടൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അതിജീവിച്ചിരിക്കുന്നത് പല രീതിയിലുള്ള ക്യൂട്ട് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ വരെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം തന്നെ അതിജീവിച്ച് ഇപ്പോഴത്തെ കപ്പ് നേടിയെടുത്തിരിക്കുന്നത് അത് അനുമോളാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എന്തായാലും അനുമോളുടെ വിജയം പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതിങ്ങ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മറിച്ച് ആ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസിന്, പ്രത്യേകിച്ച് ശൈത്യ, അതോടൊപ്പം തന്നെ ആദില നൂറ ഉൾപ്പെടെയുള്ള അനുമോളുടെ ഒരു സമയത്ത് കൂട്ടുകാരായിരുന്നവരാണ് അനുമോളെ വിജയമായിട്ട് ലാലേട്ടൻ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ അസൂയോടെ എല്ലാം തന്നെ നോക്കിയത്. പ്രത്യേകിച്ച് ശൈത്യയെല്ലാം തന്നെ ഒന്നിലധികം തവണ ഏഷ്യാനെറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ കണ്ടു. എന്തായാലും അവരുടെ എല്ലാം തന്നെ ഭാവങ്ങളിൽ നിന്ന് വ്യക്തം അനുമോൾ നേടിയതിനോട് വലിയ രീതിയിലുള്ള അസൂയ അവർക്കുണ്ട് എന്ന്. ഈ പറഞ്ഞ അനുമോളുടെ കൂട്ടുകാരെന്ന് പറയുന്നവർക്ക് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അനുമോളെ പല രീതിയിൽ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ച പലർക്കും അസൂയ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇനി അടുത്ത ദിവസങ്ങളിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയതിന്റെ പേരിൽ എന്തെല്ലാം രീതിയിലുള്ള പ്രഹസനങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിന്റെ 7ാം സീസൺ വിജയമായിട്ട് അനുമോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ പോരാടി നേടിയെടുത്ത വിജയത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.